നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ടോണി മാപ്പ് പറയണം മാമച്ചനോട് ഗ്രേസമ്മയോടും ഒക്കെ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മാമച്ചൻ പറഞ്ഞു, നീ ഞങ്ങളോട് മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ മകൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? അവൻ നിന്നെ കണ്ടിട്ടില്ല. അവൻ മരിക്കുന്നതിന് മുമ്പാണ് ഷെറിനുമായിട്ട് അവന് ഇഷ്ടത്തിലായത്. നിനക്കറിയാവുന്ന കാര്യമല്ലേ? നിന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമല്ല. ഒരു പക്ഷേങ്കിൽ അവൻ മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നീ ഷെറിനെ കാണത്ത് പോലും ഇല്ലായിരുന്നു. നിന്റെ ജീവിതത്തിലേക്ക് പോലും ഷെറിൻ വരത്തില്ലായിരുന്നു. അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ? ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നീ ഒരു കാര്യം ചെയ്യുക, ഒരു പെണ്ണിനെ പ്രേമിക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു 6 മാസം കൊണ്ട് നീ മരിക്കണം. അല്ലെങ്കിൽ വേണ്ട, 6 വർഷം കൊണ്ട് നീ മരിക്കണം. നിനക്ക് പറ്റുമോ? നിന്നെ സ്നേഹിക്കാണ്ട് ഞാൻ ഒരു പെണ്ണിനെ കണ്ടെത്തിത്തരാം, പ്രേമിക്കാണ്ട് ഞാൻ ഒരു പെണ്ണിനെ കണ്ടെത്തിത്തരാം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ടോണി. എന്ത് മറുപടി പറയണമെന്നറിയില്ല. അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, മകൻ മരിച്ച വേദന ഉള്ള ഒരു അച്ഛനോടും അമ്മയോടും ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് നീ ഇന്നലെ വന്ന് പറഞ്ഞിട്ട് പോയത്. പക്ഷെ ഞങ്ങളതങ്ങോട്ട് സഹിച്ചു. അത് കേട്ടപ്പോൾ ടോണി കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, സോറി ഞങ്ങളെ, സോറി, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ഗ്രേസം പറഞ്ഞു, മോനെ നിന്നോട് ഞങ്ങൾ ക്ഷമിച്ചു. പക്ഷെ അറിയാലോ ഞങ്ങളുടെ വേദന എന്താന്ന്. ഇന്നലെ നീ ഇവിടെ വന്നിട്ട് പറഞ്ഞല്ലോ ഞങ്ങളുടെ മകൻ്റെ കുഞ്ഞിനെക്കുറിച്ച് നിനക്കറിയാമെന്നൊക്കെ. അപ്പോഴേക്കും ടോണി പറഞ്ഞു, അത് പിന്നെ ഞാനൊരു ആവേശത്തിന് പുറത്ത് പറഞ്ഞു പോയതാ, വെറുതെ പറഞ്ഞതാ. നിങ്ങളൊന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാ. പക്ഷെ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ആ സമയം ഗ്രേസം പറഞ്ഞു, ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കുഞ്ഞിനെ അന്വേഷിച്ചെന്നറിയാവോ? ഞങ്ങളുടെ മോൻ്റെ ജീവൻ ഉണ്ടല്ലോ, ആ കുഞ്ഞിലുണ്ടല്ലോ, അത് ഓർത്തിട്ട് മാത്രമാ. ഞങ്ങളുടെ മോൻ മരിച്ചുപോയി, ആ കുഞ്ഞിനെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ അത് ഓർത്തിട്ട് മാത്രമാ. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ടോണിയുടെ കണ്ണ് നിറഞ്ഞു. ടോണി പറഞ്ഞു, ഞാനൊരു കാര്യം ഉറപ്പ് തരാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് സഹായം ചെയ്യാൻ ഞാൻ ഒരുക്കുക. ആ കുഞ്ഞിനെ കണ്ടെത്താനായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോഴേക്കും മാമച്ചൻ ചോദിച്ചു, ഉറപ്പാണോ എന്ന് ചോദിച്ചു. ഉറപ്പാന്ന് പറഞ്ഞ് ടോണി കൈ കൊടുക്കുവാണ്. അങ്ങനെ ആ കാര്യത്തിൻ്റെ ഒരു തീരുമാനം ഉണ്ടായി. ഇനി എവിടെയാ കുഞ്ഞുണ്ടെങ്കിലും അതിനെ കണ്ടുപിടിച്ച് കൊടുക്കും എന്നൊരു ഉറപ്പ് കൊടുത്തിട്ടാണ് ടോണി അവിടെ നിന്ന് പോകുന്നത്. ഇതേ സമയത്ത് രോഹിത്ത് ബബിതയുടെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും ബബിത ചോദിച്ചു, രോഹിത്തേട്ടൻ അങ്ങോട്ട് പോകാനായിട്ടാ റെഡി ആയിട്ടിരിക്കുന്നത്? അല്ല, ഇന്നലെ മാനേജരച്ചനെ കാണാനായിട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. ഓ, അപ്പം അച്ഛൻ കൂടെ വരുവോ? അച്ഛൻ വരേണ്ട കാര്യമില്ല, ആലീന ചേച്ചിയെ കൂട്ടിക്കൊണ്ട് എല്ലാനായിട്ടാ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. എന്തിനാ അലീന ചേച്ചി? ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അലീന ചേച്ചി ഫയർ ചെയ്തില്ലേ, അതിന് ചിലപ്പോൾ തിരിച്ചെന്തേലും പറയാനാണോന്നറിയില്ല. അത് കേട്ടപ്പോൾ ബബിത പറഞ്ഞു, ഇനിയിപ്പോൾ അതാണോ, ഇനിയിപ്പം ടീച്ചർ ചെന്ന് പറഞ്ഞു വിടാനാണോ എന്നൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും ചെന്നു നോക്ക്. അല്ല, അലീന ചേച്ചി എന്ത് എന്നിട്ട് റെഡിയാകാൻ പോയിരിക്കുക. അപ്പോഴേക്കും അലീന കഥ തുറന്നു വന്നു. പുതിയ ചുരിദാറൊക്കെ ഇട്ടുണ്ട് അലീന വരുന്നേ. അലീന ബബിതയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഈ ചുരിദാർ, കൊള്ളാവെന്ന് ചോദിച്ചു. ബബിതയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ രോഹിത്തിനും. പക്ഷെ ബബിത അത് മുഖത്ത് കാണിച്ചില്ല. എനിക്കറിയില്ല, അങ്ങനെ ഒഴുക്കം വട്ടി പറഞ്ഞു. അതെന്താ നിനക്കറിയില്ലാത്ത? ആ കണ്ണാടിക്കകത്ത് നോക്കാൻ മേലായിരുന്നോ? അത് കേട്ടപ്പോൾ രോഹിത്ത് പറഞ്ഞു, കൊള്ളാൻ, നല്ല സൂപ്പർ ആയിട്ടുണ്ട് അലീന ചേച്ചി. എടി ബബിതെ, നിനക്ക് ഇത്ര നല്ല സെലക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? എന്നിട്ടാണോ നീ ഒരുമാതിരി ഓഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്നത്? പോ രോഹിത്തേട്ട അവിടുന്ന് എന്ന് ബബിത രോഹിത്തിനോട് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ ഞങ്ങൾ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞു. എടാ രോഹിത്തെ, ഞാൻ പുറത്ത് നിൽക്കോളും, നീ അകത്ത് കയറി അച്ഛനെ കണ്ടോണം. അതെന്താ? അല്ല, നീ കണ്ടാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം അച്ഛനോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ എനിക്കൊരു ചമ്മൽ അച്ഛനെ മുഖത്ത് വെക്കാൻ. അതൊന്നും സാരമില്ല, അലീന ചേച്ചി എൻ്റെ കൂടെ വേണം. എനിക്ക് മനസ്സിലായി എന്തിനാന്ന്. ഞാനും കൂടെ ഉള്ളതല്ലേ നിനക്കൊരു ധൈര്യം, അതുകൊണ്ടല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ രോഹിത്ത് ഒന്ന് ചിരിച്ചു. അങ്ങനെ ബബിതയോട് യാത്ര പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ കോളേജിലേക്ക് പുറപ്പെടുവാണ്. ഇതേ സമയത്ത് ശിവശങ്കരനെ കാണാനായിട്ട് പ്രഭാരം വരുവാണ്. അപ്പോൾ ഓട്ടോക്കാരൻ ഷാജിയുടെ ഓട്ടോയ്ക്കാണ് വരുന്നത്. ഷാജിയോട് പറഞ്ഞു, ഇവിടെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പ്രഭാരൻ ഇറങ്ങി ശിവശങ്കരൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശിവശങ്കരൻ പറഞ്ഞു, അതെ, എൻ്റെ മോൻ ചെയ്ത തെറ്റ് അത് എത്ര വലിയ തെറ്റാന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും അതിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാകരൻ പറഞ്ഞു, നിങ്ങളുടെ മോൻ ചെയ്ത തെറ്റ് അത് നിസ്സാര കാര്യം എന്നാണ് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കണേ. അവൻ ചെയ്ത തെറ്റെന്നല്ല, അവൻ ചെയ്ത ക്രൂരത. എൻ്റെ മോളെ കൊണ്ടുപോയിട്ട് അവൻ മാത്രമല്ല, അതെനിക്ക് പറയാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ രോഷം എന്താന്ന്. നിങ്ങളൊരു അച്ഛനാണ്, അതുപോലെ തന്നെ ഒരു അച്ഛനാണ് ഞാനും. കാരണം നിങ്ങളുടെ അതേ ബുദ്ധിമുട്ട് ഞാനും എൻ്റെ കുടുംബം അനുഭവിക്കുന്നുണ്ട്. എൻ്റെ മകൻ കാരണം ഞങ്ങളും നല്ല വിഷമം അനുഭവിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അവൻ ചെയ്യാത്ത തെറ്റിന് അവനെ ശിക്ഷിക്കരുത്, അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ചെയ്യാത്ത തെറ്റോ, അവൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ.
അതറിയാം, അതല്ല പറഞ്ഞത്. അവനെ പോക്സോ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാകരന് നല്ല ദേഷ്യം വന്നേ. പ്രഭാകരൻ പറഞ്ഞു, നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങളുടെ മോൻ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് എന്നോട് വന്ന് ഇങ്ങനെ അപേക്ഷിക്കാനായിട്ട്? ശിവശങ്കരൻ പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, അവനെ ജനിപ്പിച്ചു പോയില്ലേ, അവൻ്റെ അച്ഛനായി പോയില്ലേ, അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറൊരു നിവൃത്തി ഉണ്ടായിട്ടില്ല. അല്ല, നിങ്ങൾ ആ രോഹിത്തിനെ നിങ്ങൾ രക്ഷിച്ചില്ലേ, അവന് മാപ്പ് കൊടുത്തില്ലേ നിങ്ങളുടെ മോള്? രോഹിത്തിനെ രക്ഷിച്ചെന്ന് പറയുന്നുണ്ട് നിങ്ങൾ. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, അത് നിങ്ങൾക്കറിയാവോ? എൻ്റെ മോളുടെ മുന്നിലിട്ട അവൻ്റെ കർണത്ത് നിങ്ങളുടെ മോനടിച്ച്. എന്തിനാണെന്നറിയാവോ നിൻ്റെ മോനും കൂട്ടരും അടിച്ചത്? അവളൊന്നും ചെയ്യാത്തതിൻ്റെ പേരിൽ. അതുകൊണ്ട് അവനോട് 1000 വട്ടം അവൾ ക്ഷമിക്കും. പക്ഷെ നിങ്ങളുടെ മോനോടുണ്ടല്ലോ, ഒരു വട്ടം പോലും ക്ഷമിക്കാനും സഹിക്കാനും ഞങ്ങൾക്ക് സാധിക്കില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം, എൻ്റെ മോൻ എത്ര വൃത്തികെട്ടവനാണെന്നുള്ള സത്യം എനിക്കറിയാം. പക്ഷേങ്കിൽ ഇപ്പം നിങ്ങളുടെ മുന്നിൽ വന്ന് ഞാൻ അപേക്ഷിക്കുവാണ്, ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അവനെ ശിക്ഷിക്കരുത്. കാരണം പോക്സോ കേസിൽ നിന്ന് ഒഴിവാക്കിയാൽ മതി. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് നിങ്ങളുടെ മോൾക്കും അറിയാം. അവളോടൊന്ന് സംസാരിക്കണം, അവൾ പറയണം. അതിൽ നിന്ന് ഒഴിവാക്കാൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അല്ലാതെ അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവന് കിട്ടിക്കോട്ടെ. ഒടുവിൽ പ്രഭാകരൻ പറഞ്ഞു, ഞാൻ സംസാരിച്ച് നോക്കാം, ഞാൻ മോളോട് സംസാരിച്ച് നോക്കാം. അതെ, ഇന്ന് തന്നെ ഒരു മറുപടി പറയണം. കാരണം എനിക്ക് ഒന്ന് കിടന്ന് ഉറങ്ങാനായിട്ടാണ്, അത്രമാത്രം സങ്കടമുണ്ട്. എൻ്റെ മനസ്സിൻ്റെ വേദന അങ്ങനെയാ. ശിവശങ്കരനെ അപേക്ഷിക്കുവാണ്. ശരിക്കും നിങ്ങൾക്ക് എത്ര രൂപ വേണേലും ഞാൻ ഇതിനു വേണ്ടി തരാം. എൻ്റെ മോളുടെ മാനത്തിന് കണക്ക് പറയുന്നോ? അല്ല, അതങ്ങനെയല്ല. 5 ലക്ഷം വേണമെങ്കിൽ 5 ലക്ഷം, 10 ലക്ഷം വേണമെങ്കിൽ 10 ലക്ഷം, എത്ര രൂപ വേണേലും നിങ്ങൾക്ക് തരാം. എൻ്റെ മോളുടെ മാനത്തിനെ നിങ്ങളുടെ തറവാട് വിറ്റാലും കിട്ടുന്ന പൈസ തികയത്തില്ല. നിങ്ങളുടെ തായ് വഴികളിലുള്ള എല്ലാവരുടെ സ്വത്ത് വിറ്റാലും എൻ്റെ മോളുടെ മാനത്തിന് പകരമാവില്ല. അങ്ങനെ ഒരു അച്ഛനല്ല ഞാൻ. നിങ്ങൾക്ക് തെറ്റിയെന്ന് പറഞ്ഞു. പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ ശരണ്യോട് സംസാരിച്ചു നോക്കാം. എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ശിവശങ്കരൻ പറഞ്ഞു, അല്ല, നിങ്ങളുടെ മോള് ഇനിയിപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ എൻ്റെ മോനും നിങ്ങളുടെ മോളും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? അവളോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ പ്രഭാകരൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ശിവശങ്കരൻ അപ്പോഴാണ് ശരിക്കും ഒരു സമാധാനമായത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അലീനയും രോഹിത്തും കൂടെ അങ്ങനെ പ്രിൻസിപ്പൽ അച്ഛനെ കാണാനായിട്ട് കോളേജിലേക്ക് ചെന്നു. അച്ഛൻ കയറി വരാൻ പറഞ്ഞു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ എഴുന്നേറ്റ് രോഹിത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഈ പ്രായത്തിനിടയ്ക്ക് നീ അങ്ങ് പ്രശസ്തനായില്ലേ, പക്ഷെ കുപ്രശസ്തിയായിരുന്നു മാത്രം. അത് കേട്ടപ്പോൾ രോഹിത്ത് ഒന്നും മിണ്ടിയില്ല, തലകുനിച്ചു നിന്നു. നീ കാരണം ഈ കോളേജിനും കൂടെ ഒരു പേര് വീണ് കിട്ടിയിട്ടുണ്ട്, ഒരു ചീത്തപ്പേര് വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആക്ഷൻ ഡിസിപ്ലിനറി കമ്മിറ്റി നിനക്കെതിരെ നീങ്ങിയത്. കാരണം നിന്നെ ഒരു നിമിഷം പോലും എന്നോട് വെച്ചോണ്ടിരിക്കില്ല, ഡിസ്മിസ് ചെയ്യണമെന്നായിരുന്നു അവരുടെ എല്ലാവരുടെയും തീരുമാനം. അത് കേട്ടപ്പം അലീന രോഗത്തൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല, വല്ലാത്തൊരു ടെൻഷനാണ്. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, പക്ഷേങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി വാദിച്ചു, നിനക്കൊരു ഇളവ് തരാൻ വേണ്ടിയിട്ട്. അത് കേട്ടപ്പോൾ ഒരു അന്താളിപ്പോട് രണ്ടുപേരും കൂടെ മുഖത്തേക്ക് നോക്കുകയാണ്. അതെ, തൽക്കാലത്തേക്ക് നിന്നെ ഡിസ്മിസ് ചെയ്യുന്നില്ല, നിന്നെ സസ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അത് 1 മാസത്തേക്ക്. 1 മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിനക്ക് പഠനം തുടരാം. കാരണം ഫൈനൽ ഇയർ ആണല്ലോ, അപ്പം നിനക്ക് എക്സാമൊക്കെ എഴുതണ്ടേ. പിന്നെ 2 മാസത്തോളം ഓൾറെഡി ഇപ്പം നിൻ്റെ ക്ലാസ് പോയല്ലോ, അതുകൊണ്ടാണ് 1 മാസമായിട്ട് ചുരുക്കിയിരിക്കുന്നത്. അതിനുശേഷം വന്ന് വീണ്ടും നിനക്ക് തുടരാം. പിന്നെ നന്നായിട്ട് പഠിക്കണം. ഇതെല്ലാം കേട്ടിഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല രോഹിത്തിന്. രോഹിത്ത് പറഞ്ഞു, താങ്ക് യു ഫാദർ. അതെ, താങ്ക് യു കൊണ്ടായില്ല, എനിക്ക് നിന്റെ മേലൊരു വിശ്വാസമുണ്ട്. കാരണം എല്ലാവരും നിന്നെ ഇവിടുന്ന് പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞ് ബാധിച്ചപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി നിലകൊണ്ടു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിരപരാധിയാന്ന് പറഞ്ഞു. അത് നിന്റെ മേലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവരെന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. നീ നിരപരാധിയാന്ന് കോടതി പറഞ്ഞിട്ടില്ലല്ലോ, പക്ഷെ എന്തുകൊണ്ട് അച്ഛന് ഒരു പക്ഷേ ഇനിയിപ്പോൾ വിധി വന്നു കഴിയുമ്പം നീ നിരപരാധി അല്ലെങ്കിലോ? പക്ഷെ ഞാൻ പറഞ്ഞു അവൻ നിരപരാധിയാന്ന്. ആ ഒരു വിശ്വാസം, അതിൻ്റെ മേലാണ് ഇപ്പം നിനക്ക് സസ്പെൻഷൻ. നിനക്ക് വേണ്ടി ഞാൻ വാദിച്ചുകൊണ്ട്. അത് കേട്ടതും രോഹിത്ത് പറഞ്ഞു, നന്ദിയുണ്ട് ഫാദർ. അത് ഞാൻ പറഞ്ഞല്ലോ, നിൻ്റെ വിശ്വാസം അത് നീ എന്താണെങ്കിലും കാത്തു സൂക്ഷിക്കണം. ഇനി ഇങ്ങനെയൊന്നും ചെന്ന് ചാടരുത്. അറിയാലോ, കൂട്ടുകെട്ടുകൾ പലതും ഉണ്ടാവും. അതിലൊന്നും ചാടാതെ നല്ലവനായിട്ട് വളരാനായിട്ട് നോക്ക്. ഇനിയുള്ള സമയം 1 മാസക്കാലം വീട്ടിലിരുന്ന് നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം കോളേജിലേക്ക് വാ. പിന്നെ നിനക്ക് വേണ്ടി ഞാൻ വാദിച്ചുകൊണ്ട് മാത്രമാണ് എനിക്കങ്ങനെ തോന്നി, നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിനക്ക് വേണ്ടി വാദിച്ചത്. ഇനിയെങ്കിൽ നീ നന്നാവാൻ നോക്ക്. അത് കേട്ടപ്പം രോഹിത്ത് പറഞ്ഞു, ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല ഫാദറെ, ഞാൻ നന്നായിട്ട് പഠിച്ചോളാം. അത് മാത്രമല്ല ഇനി ഞാൻ ചീത്ത കൂട്ടുകെട്ടുകളിലൊന്നും പോകത്തില്ല എന്നൊക്കെ അച്ഛനിങ്ങനെ രോഹിത്ത് ഉറപ്പ് കൊടുത്തു. അച്ഛൻ കുറേ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ രോഹിത്തിന് കൊടുക്കുകയും ചെയ്തു. ഈ സമയത്തൊക്കെ അലീന ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോഴത്തേനും അലീനയോട് അച്ഛൻ ചോദിച്ചു, ഇയാളെന്താ മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിച്ചു. അലീനയൊന്നും മിണ്ടിയില്ല. അല്ല, രോഹിത്തിൻ്റെ ചേച്ചിയല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും
അലീന പറഞ്ഞു അതെ. അല്ല രോഹിത്തിൻ്റെ ചേച്ചി എങ്ങനെ ബൈബിള് പഠിച്ചേ? അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു ബ്രിജിത്തമ്മയെ പഠിപ്പിച്ച. ബ്രിജിത്തമ്മയോ? അതാരാ? എൻ്റെ വളർത്തമ്മയോ? അപ്പം സ്വന്തം അമ്മ? അപ്പം ഈ വീട്ടിലല്ലേ? നൂറ് സംശയങ്ങളാ ഫാദറിന്. അപ്പോഴേക്കും പറഞ്ഞു അത് നികേതനോ എന്ന ഓർഫനേജ് നടത്തിക്കൊണ്ടുവന്ന മമ്മിയായിരുന്നത്. അതെങ്ങനെ ശരിയാവും? അവിടെ നിന്ന് എങ്ങനെ നീ ബൈബിള് പഠിക്കണേ? അത് ഞാനൊരു ഓർഫനായിട്ട് വളർന്നു വന്നതാ. ഓർഫനായിട്ടോ? അപ്പം ബാലേന്ദ്രൻ്റെ മോളാന്ന് പറഞ്ഞിട്ടോ? അത് കേട്ടപ്പം അലീന പറഞ്ഞു അത് പിന്നെ ഞാൻ രോഹിത്തിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് 1 വർഷം ആയതുള്ളൂ. 1 വർഷം മുമ്പാണ് വന്നേ. അവിടുത്തെ സെർവൻ്റായിട്ടാണ് ഞാൻ വന്നേ. സെർവൻ്റായിട്ടോ? അപ്പോൾ ബാലേന്ദ്രൻ്റെ മകളല്ലേ നീ? അത് കേട്ടതും അലീന പറഞ്ഞു അല്ല, ഞാനൊരു ഓർഫനാണ്. അല്ല അപ്പം നിൻ്റെ അച്ഛനും അമ്മയും ഒക്കെയോ? നിൻ്റെ അച്ഛനും അമ്മയും ആരാന്ന് നിനക്ക് അറിയാൻ പാടില്ലേ? അച്ഛനും അമ്മയും ആരാന്ന് എനിക്കറിയാം. എന്നിട്ടെന്താ? അവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട്. കാരണം ഏതോ ഒരു നിമിഷത്തിൽ അവരെന്നെ കൊണ്ട് ഉപേക്ഷിച്ചല്ലേ. അതുകൊണ്ട് പിന്നെ അവരെ ഞാൻ അന്വേഷിച്ച് പോയിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേനും രോഹിത്തിൻ്റെ അന്താളിപ്പോട് കൂടിയിട്ട് അലീനയെ നോക്കുകയാണ്. ആ സമയത്ത് അച്ഛനും ഒരു അത്ഭുതം തോന്നി ഇങ്ങനെ. അപ്പോഴേക്കും അച്ഛൻ രോഹിത്തിനോട് ചോദിച്ചു ഈ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചു. സത്യം അച്ഛാന്ന് പറഞ്ഞു. ആ സമയം അച്ഛൻ ഇങ്ങനെ അലീനയും നോക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നീ വന്നിട്ട് പോയപ്പം ചമ്മട്ടി കൊണ്ട് എന്നെ ഒരു അടി അങ്ങോട്ട് അടിച്ചു. അതെനിക്ക് നന്നായിട്ട് ഏറ്റുപോയെന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന് ബൈബിള് കയ്യിലെടുത്തിട്ടാണ് അച്ഛനത് പറയണേ. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു അച്ഛാ ക്ഷമിക്കണം, ആ സമയത്ത് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. രോഹിത്തിനെ കുറിച്ച് മാത്രമായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത. ആ സമയത്ത് നിന്റെ നാവിൽ നിന്ന് വന്ന തീപ്പൊരിയായിരുന്നു. പക്ഷെ അതെൻ്റെ മർമ്മത്ത് കൊണ്ടു. ചില സമയത്ത് നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുമല്ലോ. അധികാരത്തിൻ്റെ ഗർവ് കയ്യിലിരിക്കുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കില്ല. ചിലപ്പോൾ ഇങ്ങനെ ഒരു അടി കിട്ടി കഴിയുമ്പോഴായിരിക്കും നമ്മൾ പലതിനെക്കുറിച്ചും ചിന്തിക്കുന്നത്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നീ അതപ്പോൾ വെറുതെ പറഞ്ഞല്ല, നീ പഠിച്ച് നന്നായിട്ട് പറഞ്ഞെന്നുള്ള കാര്യം മനസ്സിലായി. നിൻ്റെ ആ വാക്കുകളാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത്. നീ ആ പറഞ്ഞ വാക്കുകൾ അത് തീനാളങ്ങളായിട്ട് എന്നിലേക്ക് തന്നെ പതിഞ്ഞിറങ്ങി. അതുകൊണ്ടാണ് ഞാൻ ഇവന് വേണ്ടിയിട്ട് വാദിച്ചത്. അച്ഛന് പോലും ബഹുമാനം തോന്നി. അച്ഛൻ പറഞ്ഞു എനിക്കിപ്പം നിന്നോട് ബഹുമാനം തോന്നുന്നുണ്ട്. നീ ഒരു ഓർഫനാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നിന്നോട് എനിക്ക് ഇരട്ടി സ്നേഹമാണ് തോന്നുന്നേ. നിന്നെപ്പോലൊരു പെൺകുട്ടി ഇവിടം വരെ എത്തുക എന്ന് പറഞ്ഞാൽ. അപ്പോഴേക്കും അലീന പറഞ്ഞു അതെ, ഞാൻ രോഹിത്തിൻ്റെ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവൻ്റെ ചേച്ചിയാന്ന് ഇവൻ പറയണമെങ്കിൽ ഇവരെനിക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട് അച്ചോ. അതുകൊണ്ടാണ്, അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ നീ ഇവരുടെ ചേച്ചിയായത്. നിൻ്റെ കഴിവും പ്രാപ്തി കൊണ്ട് മാത്രമാണ് നീ ഇവിടം വരെ എത്തിയത്. നിന്നോട് എനിക്ക് ഇപ്പം എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഒരു പക്ഷേ അധികാരത്തിൻ്റെ ഗർവ് കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നീ എന്ന പെൺകുട്ടിയുടെ മുന്നിൽ ഞാൻ ശരിക്കും തോറ്റുപോയെന്നൊക്കെ അച്ഛൻ പറയുമ്പം വല്ലാത്തൊരു ഇതോടുകൂടി രോഹിത്തും അലീനെ അച്ഛനെ തന്നെ നോക്കണം. കാരണം അച്ഛന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അലീന ആരാ എന്താ ഏതാന്നൊക്കെ. അലീന ഒരു ഓർഫനും കൂടെ ആണെന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛന് അലീനയോട് കൂടുതൽ സ്നേഹവും ബഹുമാനവും തോന്നുകയും ചെയ്തേ. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.